ടു ഫുഡി കസിൻസ്. എല്ലാവർക്കും സുഖമല്ലേ? ആരും ലോക്ക്ഡൗണിലൊന്നും അനാവശ്യമായി പുറത്തിറങ്ങാതെ എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുക. പിന്നെ നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾക്ക് വളരെയധികം നന്ദി പറയാനുണ്ട്. കാരണം നമുക്കിപ്പോൾ 300 സബ്സ്ക്രൈബേഴ്സായി. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഔഷധ കാപ്പിയാണ്. ഇഞ്ചിയും തുളസിയിലയും കുരുമുളകും ഏലക്കയൊക്കെ ഇട്ട ഒരു ഔഷധ കാപ്പി. ഇതിൻ്റെ പേര് കാട എന്നാണ്. എൻ്റെ വീട്ടിൽ ഇതിനെ പറയുന്ന പേരെന്താണെന്നറിയാമോ? കൊറോണ കാപ്പി. എങ്കിൽ നമുക്ക് ഇതിൽ ചായച്ചെരു ഒഴിച്ച് അതിനകത്ത് 3 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ചായ വേണോ അതിനുള്ള അനുസരിച്ചുള്ള വെള്ളം നിങ്ങൾ ആഡ് ചെയ്താൽ മതി. അപ്പം നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് ഈ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ പോവാണ്. നമുക്ക് അടച്ചു വെച്ച് തന്നെ ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ സിമ്മിലാക്കിയിട്ട് ഓരോരോ ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് പട്ടയാണ്. കണ്ടോ, ഞാനിവിടെ 4 ചെറിയ പീസ് പട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പട്ട അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഏലക്കയാണ്. ഞാൻ 3 ഏലക്ക ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഉണക്കമുന്തിരിയാണ്. ഞാൻ 10 ഉണക്കമുന്തിരി നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു വലിയ സ്പൂൺ കുരുമുളകാണ്. കണ്ടോ, ഞാൻ ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഇഞ്ചി ചതയ്ക്കുന്ന മെഷീനാണിത്. ഞാൻ കുറച്ചേറെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. എൻ്റെ പപ്പയ്ക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ കാപ്പി ഇടുമ്പോൾ പപ്പയ്ക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ മുന്നിൽ നിൽക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ചേറെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തുളസി ഇല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു കൈ തുളസി ഇല എടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് അടച്ച് വെച്ച് 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഫ്ലേവറൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ മണമൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ തുളസിയിലൊന്നും നല്ല കളറൊന്നും ആയിട്ടില്ല. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒന്ന് ഓപ്പൺ ആക്കിയത്. നിങ്ങൾ കണ്ടോ, ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വരുന്നുണ്ട്. എങ്കിൽ നമുക്ക് ബാക്കി 5 മിനിറ്റ് കൂടെ ഇതൊന്ന് തിളപ്പിച്ചെടുത്താലോ? നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഫ്ലേവർ തുളസിയിലയുടെയും അങ്ങനെ കാപ്പിയുടെ നല്ല മണം വരുന്നുണ്ട്. കണ്ടോ, കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ഉണക്കമുന്തിരി ആഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ കളറിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഫസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നത് നാരങ്ങാനീര്. ഒരു ചെറിയ സ്പൂൺ നാരങ്ങാനീര് ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. കാരണം പുളി വരും, നമ്മുടെ കാപ്പിക്ക് നല്ല പുളി വരും, പിന്നെ കുടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വളരെ കുറച്ച് നാരങ്ങാനീര് ആഡ് ചെയ്യാവുള്ളൂ. പിന്നെ നമുക്ക് മധുരം വേണ്ടായോ? ഞാനിവിടെ പപ്പയ്ക്ക് അധികം മധുരം വേണ്ട, വീട്ടിലാർക്കും അധികം മധുരം വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഹണിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 വലിയ സ്പൂൺ ഹണി. നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾക്കും മധുരം വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കരയോ കരിപ്പോട്ടിയോ യൂസ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കരയും കരിപ്പോട്ടിയും യൂസ് ചെയ്ത് ഉണ്ടാക്കിയാൽ നല്ല മധുരമായിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ ഇത് കുടിച്ചോളും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേയിലപ്പൊടി ആഡ് ചെയ്യാം. ഒരു 1/2 സ്പൂൺ തേയിലപ്പൊടി ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ കാപ്പി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. കണ്ടോ, എൻ്റെ കാപ്പിയുടെ കളറൊക്കെ മാറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നല്ല കുമിളൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഇതിനെ കൊറോണ കാപ്പി എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ എന്നും വൈകിട്ട് പപ്പയ്ക്ക് ഈ കാപ്പി വേണം. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇതൊരു സ്ഥിരമായിരിക്കുകയാണ്. അപ്പം ഞാനും എൻ്റെ അനിയനും ഒക്കെ ഇതിനെ കളിയാക്കി പറയുന്നതാണ് കൊറോണ കാപ്പി എന്ന്. നമ്മുടെ കാപ്പി ഏകദേശം റെഡിയായി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. കണ്ടോ, ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഫിൽറ്റർ ചെയ്ത കാപ്പി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അമ്മയുടെ
ഗ്ലാസ്സാണ് കേട്ടോ. നമ്മൾ തൂത്ത് തുടച്ചൊക്കെ കബോർഡിനകത്ത് എടുത്ത് വെച്ച് ഞാൻ പതുക്കെ ഓരോന്നായിട്ട് പറക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഒരു തുളസിയിലെ ഒരു ചെറിയ പീസ് നാരങ്ങയൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ കാപ്പി റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.